എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചക്കപ്പഴം വൈൻ ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഐറ്റംസ്, ഇത് ചക്കപ്പഴം, വരിക്ക ചക്കപ്പഴമാണ്. വരിക്കേൻ്റെ ചുള കുരു കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ അത് പഞ്ചസാര, അത് നമുക്ക് എന്നിട്ട് നമ്മൾ ഒരു ഭരണിയാണ്, ഇത് കല്ലം ഭരണിയാണ്, നമുക്ക് അച്ചാറൊക്കെ ഇടുന്ന ആ ഭരണിയിലേക്ക് നമ്മൾ ഒരു ലെയർ പഞ്ചസാര ഇട്ട് ഒരു ലെയർ പഴവും അങ്ങനെ ഇടുകയാണ്. അപ്പോൾ ഇടകലർത്തി ഇടണമെന്ന് വെച്ചാൽ എല്ലായിടത്തും പഞ്ചസാര വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ തന്നെ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ പഞ്ചസാര ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഇടുന്നു കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത രണ്ടാമത് ഇനി നമ്മൾ അടുത്ത ലെയർ ചക്കപ്പഴം ഇടുക. അങ്ങനെ ഇട്ടിട്ട് വേണം ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടുമ്പം തന്നെ നമുക്കൊരു ഒരു പണിയാണെങ്കിൽ അതിന് മുഴുവൻ ഇടാൻ പറ്റത്തില്ല, ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഇടാൻ പറ്റുള്ളൂ. പിന്നെ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പം ഈ ചക്കപ്പഴത്തിനകത്തുള്ള വെള്ളം ഇതിനകത്ത് റിലീസായിട്ട് വരും. ഇങ്ങനെ മൂടി കെട്ടി വെച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏലക്കായും ഗ്രാമ്പും കറുവപ്പട്ടയും കൂടെ മിക്സ് പൊടിച്ച് അതിനകത്ത് ചേർക്കണം. അത് കഴിഞ്ഞ് തന്നെ 2 ദിവസം എടുത്തിട്ട് ഒരു 20-25 ദിവസം കഴിയുമ്പോൾ നമുക്കത് ഊറ്റി നമ്മൾ ചക്കപ്പഴം ഇട്ടത് ചക്കപ്പഴം വൈൻ ഇട്ടത് അതൊന്ന് ഊറ്റിയെടുക്കാനുള്ള നമ്മളൊരു പാത്രത്തിനകത്ത് ഒരു ഗോസ് പീസ് വെച്ചിട്ട് ഒന്ന് പിടിച്ചാണേ നമ്മൾ വെച്ച് ഭരണിക്കകത്തിരിക്കുന്ന ഭരണിക്കകത്തിരിക്കുന്ന മണ്ണ് വെച്ചെടുക്കുക. പേപ്പറൊക്കെ കെട്ടി വെച്ചിരിക്കുക. പഴമെല്ലാം അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇട്ടതിന് ശേഷം ഇതിനകത്ത് പിന്നെ ഇച്ചിരി തക്കോലം, ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ടയും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. നമുക്കത് ഊറ്റിയെടുത്ത് മാറ്റി വെക്കാം. പിടിച്ചോളെ പാത്രം. ചക്കപ്പഴത്തിൻ്റെ ഇച്ചിരി കുറുകിയാണ് ഇരിക്കുന്നത്. നന്നായിട്ട് ഒത്തിരി വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമ്മളിതെങ്ങനെ ഒഴിക്കാതെ ഇരിച്ച് നമുക്ക് താമസം എടുക്കും. നമുക്ക് ഒരു സ്പൂണും കൊണ്ട് ഇച്ചിരി ഇളക്കി കൊടുക്കാം. കൊഴുപ്പ് കൂടുതലുള്ളതുകൊണ്ട് കണ്ണി അടഞ്ഞു പോകുന്നത്. നമുക്കിങ്ങനെ ഒരു സ്പൂണും കൊണ്ട് റൈസ് കട്ടറിന് ഇങ്ങനെ നമുക്ക് റൈസ് കട്ടർ അതിനെടുത്തിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് നോക്കാം. സ്പൂണ് എന്തെങ്കിലും എടുത്താൽ മതി. തന്നു. ഇത് 30 ദിവസം, ഒരു മാസം ആയതാണ്. ഒരു മാസം ആയതുകൊണ്ട് എല്ലാം തന്നെ അരിഞ്ഞങ്ങ് ചേർന്നുണ്ട് മൊത്തം. പിന്നെ മുമ്പ് വേണേലും എടുക്കാം. നമുക്ക് ദിവസം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഗുണം കൂടിയിരിക്കും. ബാക്കിയാണ് ഒഴിക്കട്ടെ. നല്ല കൊഴുപ്പ് എല്ലാം അലിഞ്ഞ് ചേർന്നുകൊണ്ട് അത്രയും കൊഴുപ്പിൽ ഇരിക്കുന്നു. വേറെ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർത്തില്ല. എല്ലാം നമ്മൾ പഞ്ചസാര
വൈനൊക്കെ നമ്മൾ വൈകിട്ടല്ല ദിവസം ഒരു 50 മില്ലി വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. എപ്പോഴും ശരീരത്തിന് ബ്ലഡ് ശുദ്ധിയാകാൻ വേണ്ടി ഏറ്റവും നല്ലൊരു സാധനമാണിത്. ഇപ്പോൾ നമ്മൾ ഇത് ഊറ്റിയെടുത്ത് ഭരണിയിൽ നിന്ന് ഊറ്റിയെടുത്ത് ചക്കപ്പഴ വൈനാണിത്. ഇത് ഇനി നമുക്കിത് ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മളിത് കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചത് കുറച്ച് മട്ട് ഊർന്ന് പിന്നെ ഒന്നുകൂടെ ഊറ്റിയെടുക്കുക. 1-2 പ്രാവശ്യം ഊറ്റിയെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ നന്നായിട്ട് തെളിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ ഒത്തിരി വെള്ളമൊന്നും ചേർക്കാൻ നല്ല കൊഴുപ്പുണ്ടത്. ഇതിനകത്ത് നമുക്ക് എങ്കിൽ ഇതിൻ്റെ ഇരട്ടി വേണമെങ്കിലും ക്വാണ്ടിറ്റി ആക്കാം. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, സാധനം ഉള്ളതുകൊണ്ട് അങ്ങനെ ആക്കിയിരിക്കുന്നത്. നല്ല ഇച്ചിരി കുറുകിയാണ് ഇരിക്കുന്നത്, കുറുക്കിയാണ് എടുത്തിരിക്കുന്നത്, നല്ല തേൻ പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാം കപ്പിനകത്ത്. കൊള്ളാം, സൂപ്പറായിരുന്നു.